ബി.എസ്.പി നേതാവ് കെ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക സംഘം പ്രതികളെ കണ്ടെത്താൻ 9 അംഗ ടീമിനെ നിയോഗിച്ചു. സംഭവത്തിൽ പ്രതിഷേധം തുടർന്ന് ബി.എസ്.പി. കെ വി ശ്രീധരൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ശ്രീധരൻ, പ്രതിഷേധം എങ്ങനെ തുടരുന്നു? അന്വേഷണം എങ്ങനെയായിരിക്കും മുന്നോട്ട്? ഇന്നലെ രാത്രിയാണ് ഈ ബി.എസ്.പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ ആംസ്ട്രോങ്ങിനെ ഒരു 6 അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഏതായാലും ഇതിന് പിന്നാലെ വ്യാപക പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. പോലീസ് നിലവിൽ ചെന്നൈ സിറ്റി പോലീസ് 10 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഏതായാലും അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇത് ഒരു ഗുണ്ടാപ്പകയാണോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് പോലീസ് കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിന്, ഈ ആംസ്ട്രോങ്ങിന് ചില ഗുണ്ടാ സംഘങ്ങളുമായൊക്കെ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഒരു പാർട്ടിയുടെ, ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെയാണ് ഇങ്ങനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. തമിഴ്നാട്ടിലെ ക്രമസമാധാന നില തകർന്നു എന്നുള്ള ആരോപണമായി പ്രതിപക്ഷ കക്ഷികളൊക്കെ വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഉടൻ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ബി.എസ്.പിയുടെ ദേശീയ അധ്യക്ഷ മായാവതിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും വിഷയത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 6 അംഗ സംഘമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന് വ്യക്തമായി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ്.